എൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 മാസമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്തെടുക്കണമെന്ന് എനിക്കധികം ചിന്തിക്കേണ്ടി വന്നില്ല. കാര്യം ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ എന്നെപ്പറ്റി അറിയണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നെപ്പറ്റി തന്നെ അങ്ങ് ആദ്യം പറയാമെന്ന്. അപ്പോൾ എൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പപ്പായുടെ അമ്മയുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു 2-3-4 ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം വീഡിയോ എടുത്തു. അതെടുത്തപ്പം പെട്ടെന്ന് ക്യാമറയൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. ഞാനപ്പോൾ കട്ട് ചെയ്ത് വീണ്ടും എടുത്തു, വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും എടുത്തു. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പം എനിക്കത് വലിയ രസമായിട്ട് തോന്നിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നെറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട. കാരണം ഞാൻ അന്ന് സംസാരിച്ചിരുന്നത് ഇന്ന്, നാളെ, മറ്റന്നാൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ആ വീഡിയോ അന്ന് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് ആ വീഡിയോ ഒന്നാമത്തെ കാര്യം അത് കൊള്ളത്തില്ലായിരുന്നു. നല്ലപോലെ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാൻ അന്ന് ഇടാഞ്ഞത്. ഞാൻ ഇപ്പം മാക്സിമം ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇടാൻ ശ്രമിക്കുന്നത്. ഒന്നാമത് ഞാൻ ഒരിടത്ത് പോകാൻ നിൽക്കുകയാണ്, സമയമില്ല. അതിനിടയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എന്നെപ്പറ്റി പറയുന്ന ഒരു കുഞ്ഞ് വീഡിയോ. അപ്പം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 2-3 മാസമായി. ഞാൻ എൻ്റെ ഒരു വ്ളോഗും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഞാനിപ്പോൾ അപ്കമിങ് ആയിട്ട് അടുത്തടുത്ത വീഡിയോ വരുന്നുണ്ട് ഉടനെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്നെപ്പറ്റി പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതെടുത്തിടുന്നത്. ഞാനിത് ചാനൽ തുടങ്ങി ആ സമയത്ത് ആ ഒരു വീക്കിൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്നേരം എടുത്തത് കുളമായി, എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ സമയമായി. ഇപ്പോൾ ഉടനെ അടുത്ത കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇടണം. എനിക്ക് ഉണ്ട് ഈ വീഡിയോ ആദ്യം ഇടണം. കാരണം നിങ്ങൾ എൻ്റെ ചാനലല്ലേ കാണുന്നത്, അപ്പം എന്നെപ്പറ്റി അറിയണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് എടുത്ത് നോക്കുക. ഞാൻ കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനിയും വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. ചെയ്യണമെന്ന് ഞാൻ എന്തായാലും പറയത്തില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഷോർട്സൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും കുറവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് ശരിയായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ അടുത്ത വരുന്ന വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ക്യാമറയുടെ ക്വാളിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എനിക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഫോണായിരുന്നു. ഒന്നാമത്തെ കാര്യം നല്ലൊരു ഫോണില്ല, വീഡിയോ എടുത്തു തരാൻ ആളില്ല, എഡിറ്റ് ചെയ്യാൻ ആളില്ല. അതൊക്കെയായിരുന്നു പ്രശ്നം. ഇപ്പോഴും അതൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫോൺ എനിക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം വന്നിട്ട് എഡിറ്റിങ്ങും എല്ലാം ആൾ വന്നിട്ട് ചെയ്യാതെ നിൽക്കാതെ ഇപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മയൊക്കെ ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുമ്പം അത് പറയണം ഇത് പറയണം കുറേ കാര്യങ്ങൾ പറയാനുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ക്യാമറയൊക്കെ മുമ്പിൽ വന്നപ്പം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഒരിടത്ത് പോകാൻ നിൽക്കുവാണ്, സമയമായി. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇതുവരെ എനിക്കൊന്നിപ്പോൾ ഒരു 4 മിനിറ്റ്, ഇത് എഡിറ്റിങ് കഴിയുമ്പോഴത്തേക്ക് 2 മിനിറ്റിൻ്റെ എങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. വീഡിയോ ഒക്കെ ഉള്ളത് എടുത്തിട്ട് അവസാനം ഷോർട്സിനുള്ളത് ഇടാനാവുമെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനലൊന്ന് കയറി നോക്കുക, ഷോർട്സൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് എന്നെപ്പറ്റി പറയാനാണ്. എന്നെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ്, ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുമല്ലോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോടുകൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ഒരു കുറേ ഉടനെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണോ എന്ന്. കുറേ നേരം കൊണ്ട് ഞാൻ ഈ 2 ഡയലോഗ് എന്നെ മാറ്റി പറയുകയല്ലേ, വേറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റായി. ഇത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എത്ര മിനിറ്റ് കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. മിക്കവാറും ഇതൊരു 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആയിരിക്കും. വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാനൊരു ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഭാഗ്യം കൊണ്ട് അതിൻ്റെ ചാർജും തീർന്നു എന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാൻ പച്ചയ്ക്കണമെന്ന് പറയില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ.